ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സ്പൈസിയും ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. ചൂട് പൊറോട്ടൻ്റെ കൂടെയും ചൂട് ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണും. അതൊന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് 1 കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് വേണ്ടത്. സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂർ വെക്കുക. ഞാനിത് 1 മണിക്കൂറാണ് വെക്കുന്നത്. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മസാല ചിക്കനിലേക്ക് പിടിച്ചോളും. അങ്ങനെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ ചിക്കൻ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കനെല്ലാം തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനിതാ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കോരി മാറ്റാം. അങ്ങനെ കറിവേപ്പില കൂടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 20 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി മാത്രമാണെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ഇട്ട് കൊടുക്കാം. സവാള മാത്രമാണെങ്കിൽ സവാള മാത്രം ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ആണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചേ ചെറിയ ഉള്ളി ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്, ബാക്കി സവാള ചേർത്തത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ പൊടികൾ ഇട്ടിട്ട് വഴറ്റുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പൊടികളങ്ങ് കരിഞ്ഞു പോകും. അന്നേരം പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. പൊടികൾ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കെച്ചപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. എല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
ഒഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്രേവി അധികം വറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആവണം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച വറ്റൽ മുളകും കറിവേപ്പിലയുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ്. പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.